ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ പെൻ സ്റ്റാൻഡ് ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കളേർഡ് ചാർട്ട് പേപ്പറാണ്. അത് 20x20 സെൻറ്റിമീറ്ററിലാണ് ഞാനെല്ലാം കട്ട് ചെയ്തേക്കുന്നത്. 3 ബ്ലാക്ക് ഷീറ്റും 3 വൈറ്റ് ഷീറ്റുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 20x20 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഈക്വൽ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുവാണ്. പിന്നെ ഈ ഹാഫിൻ്റെ ഹാഫ്. അതേപോലെ തന്നെ ഇവിടെയും ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി ഇത് തിരിച്ചിട്ട് പിന്നെയും ഹാഫായിട്ട് മടക്കണം. ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. ഇനി ഈ 4 കോർണേഴ്സിലുള്ള 4 സ്ക്വയർ ഫോൾഡ് ചെയ്യണം. ഇനി തിരിച്ചു വെച്ചിട്ട് ഇനി ഈ പോർഷൻ ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മുടെ കെൽഡോസ്കോപ്പ് പോലെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇതുപോലെ ബാക്കി ഷീറ്റ്സും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഷേപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 ബ്ലാക്കും 3 വൈറ്റും. അപ്പോൾ ഇത് നമുക്കെങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. നല്ലതുപോലെ സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് ഈ റബ്ബർ ബാൻഡ് ജസ്റ്റ് എൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈറ്റ് ചാർട്ട് പേപ്പർ എടുത്തേക്കുവാണ്. ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബൗണ്ടറി വരച്ചെടുക്കാം. ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ഹെക്സാഗണോടെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിലായിട്ട് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു വർക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ടൈം കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.